നടന്നത് കള്ളവടിയല്ല, പ്രതിദിന ഓയിൽ ചേഞ്ച് പരിപാടി. പ്രിയമുള്ളവരെ, ക്യാപ്സൂൾ എത്തിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ട വാർത്തകളൊക്കെ ചില തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളാണ്. നമ്മുടെ കീഴൂട്ട് തറവാട്ടിലെ ഉണ്ണിയുടെ ലീലാവിലാസങ്ങൾ, ആ ചിട്ടവട്ടങ്ങളൊന്നും അറിയാൻ വയ്യാത്ത ആ രണ്ടാം ഭാര്യയുടെ ബിന്ദു മേനോന്റെ ചില വിഷമത്തിൽ നിന്നും അവർ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ഒരു കള്ളവടിയായിരുന്നില്ല, അത് പ്രതിദിന ഓയിൽ ചേഞ്ച് പരിപാടിയാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. കെ ബി ഗണേഷ് കുമാറിന്റെ കോൺവോയ് പോകുന്നത് പലരും കണ്ടിട്ടുണ്ടാവും. ആ കോൺവോയ് പോകുമ്പോൾ പലരും ഓർത്തിരിക്കുന്നത് KSRTC ഒക്കെ നോക്കി നടത്തുന്ന വകുപ്പിലെ മന്ത്രിയായതുകൊണ്ട് KSRTCയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അടിയന്തര പ്രശ്നങ്ങൾ വന്നാൽ പരിഹരിക്കാനുള്ള സ്പെയർ പാർട്സോ വല്ല സ്റ്റെപ്പിനിയോ ഓയിൽ ചേഞ്ചിനുള്ള സംഭവങ്ങളോ ഒക്കെ ആയിരിക്കും എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ആ കോൺവോയിൽ രണ്ടാമതായി പോകുന്ന വണ്ടിയിലുള്ള സാധനങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കീഴൂട്ട് ഉണ്ണിയെ ഉണർത്തുവാനുള്ള ഗുളിക, കീഴൂട്ടുണ്ണിയുടെ ഉന്മേഷത്തിനായുള്ള തൈലം, കീഴൂട്ടുണ്ണിയുടെ പ്രസരിപ്പിനായുള്ള ലേഹ്യം, കീഴൂട്ടുണ്ണിയുടെ ഉണർവിനായുള്ള സ്പ്രേ, പിന്നെ 2 കുട്ടിച്ചാക്ക് അശ്വഗന്ധ ലേഹ്യം, 2 ചാക്ക് നായ്ക്കരണപ്പരിപ്പ് പൊടിച്ചത്, ഇതൊന്നും ഫലിച്ചില്ലെങ്കിൽ ഉപയോഗിക്കുവാനുള്ള കുറ്റിച്ചൂല് 2 കെട്ട്, ഇതൊക്കെയാണ് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. ഈ സാധനമൊക്കെ മേയിക്കുവാൻ 2 PS-മാരും ഉണ്ടെന്ന് പൂജപ്പുരം മാമ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും. സയാമീസ് ഇരട്ട പോലെയാണ് കെ ബി ഗണേഷ് കുമാറും ഈ പൂജപ്പുരം മാമയും പോകുന്നത്. മാമയുടെ കഷത്തിൽ എപ്പോഴും ആൽബം കാണും, അതായത് കളക്ഷനിൽ വരുന്ന പുതിയ ഐറ്റങ്ങളുടെ ഫോട്ടോകളെല്ലാം ഇതിനകത്ത് കൃത്യമായി കാണും. ഗണേഷ് കുമാറിനെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇത് താള് മറിച്ച് കാണിച്ചു കൊടുക്കും. എന്നിട്ടാണ് പ്രതിദിന ഓയിൽ ചേഞ്ചിങ് പരിപാടിക്കുള്ള ആളെ തിരഞ്ഞെടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കീഴൂട്ട് തറവാട് വാളകത്ത് ഗണേഷ് കുമാറിന് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണം. ഈ കൊട്ടാരക്കര കൊണേശന് പ്രതിദിന ഓയിൽ ചേഞ്ചിനുള്ള സംവിധാനം വാളകത്ത് വരെ പോയി നിർവഹിക്കാൻ ഉള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കി നിങ്ങൾ KSRTCയുടെ തിരുവനന്തപുരത്തുള്ള ആസ്ഥാന മന്ദിരത്തിനടുത്തുള്ള ഏതെങ്കിലും ഒരു യാർഡിൽ അതിനുള്ള പ്രതിദിന ഓയിൽ ചേഞ്ച് പരിപാടിക്കുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിപ്പോൾ ഈ അവസാന നിമിഷം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ നമ്മുടെ ഗണേശന് ഇപ്രകാരം ഒരു കയ്യബദ്ധം പറ്റുകയും അന്തംകമ്മി സർക്കാരിന് മുഴുവൻ പ്രതിച്ഛായയ്ക്ക്, ആ നാറിയ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുവാനുള്ളൊരു കാരണം ഈ ഭാര്യ അസമയത്ത് ഒരു വിളിക്കാത്ത അതിഥിയെ പോലെ അവിടെ കടന്നു വന്നതുകൊണ്ടാണ്. എന്നാൽ ഇതുപോലെയുള്ള ഭാര്യമാർ ഉള്ളത് വളരെ അപകടകരമാണ്. ഇപ്രകാരം ഭാര്യമാരുള്ള മന്ത്രിമാരുടെ കാര്യം അപകടാവസ്ഥയിലാണ്. അതൊക്കെ മന്ത്രിസഭയുടെ പ്രതിച്ഛായയെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടും ഈ കീഴൂട്ടുണ്ണിയെ എന്നും ഊട്ടുക എന്ന ആ ചടങ്ങ് നടത്തേണ്ടുള്ളത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ സുരക്ഷയെ കരുതി പിണറായി വിജയൻ ഈസ്റ്റ് ഫോർട്ടിൽ ഇദ്ദേഹത്തിന് ഒരു ഓയിൽ ചേഞ്ച് സംവിധാനം ഒരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതല്ല എങ്കിൽ ഇതിപ്പോൾ അദ്ദേഹം പരിഹരിച്ചു. ഒന്ന് ഓർക്കുക, ഇന്നലെ വരെ പറഞ്ഞു എന്തൊക്കെയായിരുന്നു കൊണേശൻ വന്നു നിന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് കീറിയത്. ചിലർക്ക് വട്ടുമൂക്കുമ്പോൾ ഇതുപോലാണ്. 112-ൽ വിളിച്ച് വട്ടുതരങ്ങളൊക്കെ പറയും എന്ന് പറഞ്ഞവൻ പാതിരാത്രി ആയപ്പോഴേക്കും ലേലുവല്ലു എന്ന് പറഞ്ഞ് ഭാര്യയുടെ കാല് പിടിക്കാൻ പോകുന്നു. പ്രധാനമായും അവർ തമ്മിലുണ്ടാക്കിയ എഗ്രിമെന്റ് പ്രകാരം അടിപ്പാവാട എല്ലാ ദിവസവും മന്ത്രി ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് അലക്കി കൊടുക്കും. ഓയിൽ ചേഞ്ച് പരിപാടിക്ക് തൻ്റെ അടുത്തല്ലാതെ യാതൊരു കാരണവശാലും മറ്റൊരാളുടെ അടുത്ത് പോകില്ല.
ഈ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും കടിച്ചു പിടിച്ച് നിൽക്കുന്നതിന് പറയുന്ന എന്തും ചെയ്തു തരും. ഇങ്ങനെയൊക്കെയുള്ള വലിയ ഒരു സെറ്റിൽമെന്റ് എഗ്രിമെന്റ് അവരിൽ എത്തിച്ചേർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ചിഹ്നം വിളിച്ചു നിന്ന സഹോദരിയെയും വിളിച്ചു. സഹോദരിയോടും പറഞ്ഞു, ലേലുവല്ലു മാപ്പാക്കണം, നാറ്റിക്കരുത്, ഏതാനും ദിവസങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് എൻ്റെ പ്രതിച്ഛായ തകർക്കരുത്, അതുകൊണ്ട് സഹോദരി പറയുന്ന എന്തും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് സഹോദരിയുടെ കണ്ടീഷനും നിന്ന നെപ്പിൽ അംഗീകരിച്ച് ഒന്നും അറിയാത്ത പോലെ പടയപ്പ എന്നും പറഞ്ഞ് വിഗ്ഗും ഒക്കെ എടുത്തു വെച്ച് രാവിലെ അളിയൻ മന്ത്രിസഭാ യോഗത്തിലേക്ക് പുറപ്പെട്ടു. എന്തോ ഇവിടെ പ്രശ്നം, ആർക്കാണ് പ്രശ്നം, എന്താണ് ഇവിടെ സംഭവം എന്നുള്ള രീതിയിൽ ഒന്നും അറിയാത്ത ആളെ പോലെ നമ്മുടെ കൊട്ടാരക്കര ഗണേശൻ ഇതാ ഇവിടെ വന്നു കഴിഞ്ഞു. ഓർക്കുക, ഇവിടെയുള്ള ഒരു പ്രതിപക്ഷമുണ്ട്, ഒരു ശേഷിയില്ലാത്ത വരി ഉടച്ച വണ്ടിക്കാളുകളെ പോലെ നടക്കുന്ന ഒരു പ്രതിപക്ഷമുണ്ട് ഇവിടെ. 2013 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഈ ആവാസൻ അന്നും മന്ത്രിയായിരുന്നു. അന്ന് ഇതുപോലെ യാമിനി തങ്കച്ചിയുടെ ഗാർഹിക പീഡന പരാതി, സീരിയൽ നടിയുടെ ഭർത്താവ് ഇവനെ ഇടിച്ച് ജട്ടിപ്പുറത്തിട്ട് മലവും മൂത്രവും പോയി കിടന്ന് അവൻ്റെ മുഖത്തെ കരിവാളിച്ച പാടുകളുള്ള ഫോട്ടോ അടക്കം പുറത്തുവിട്ട് മാധ്യമങ്ങളിൽ വന്ന് ഇന്റർവ്യൂ കൊടുത്ത് ഇതുപോലെ പ്രതിസന്ധി ഉണ്ടാക്കിയപ്പോൾ അന്ന് മുറവിളി കൂട്ടിയ ആ LDFും ആ CPMും ഇന്ന് പറയുന്നത് ഇത് ചിന്ന ഒരു കുടുംബ പ്രശ്നമാണ്, അതിന് നമ്മൾ എന്തെടുക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അന്നത് അവർക്ക് കുടുംബ പ്രശ്നമല്ലായിരുന്നു, അന്നവർക്ക് ഉശിരുണ്ടായിരുന്നു, അന്നവർ അത് വളരെ വലിയ ഇഷ്യൂ ഉണ്ടാക്കി ഉമ്മൻചാണ്ടി സർക്കാരിനിൽ സമ്മർദ്ദം ചെലുത്തി പിടിച്ചപിടിയാലെ ഈ കോഴിയെ കൊണ്ട്, ഈ ഗിരിരാജൻ കോഴിയെ കൊണ്ടന്ന് രാജിവെപ്പിച്ചു. ഇന്നീ വരിയുടച്ച വണ്ടക്കാളുകളായ ഈ കിഴങ്ങന്മാർ അവിടെ ഇവിടെ നിന്ന് മോങ്ങി ഒരു ഗുണവും മണവും ഇല്ലാത്ത ചില പ്രതിഷേധങ്ങൾ നടത്തി മാധ്യമങ്ങളുടെ മുന്നിൽ ചില ബൈറ്റുകൾ കൊടുത്തതല്ലാതെ യാതൊന്നും ഇവിടെ ഉണ്ടായില്ല. പ്രശ്നം കോംപ്ലിമെന്റ് ആക്കി പോയി. ആദ്യം നമുക്ക് ബിന്ദുമേനോൻ, എല്ലാവരും അത് മായ്ച്ചു കളഞ്ഞേക്കണം മനസ്സിൽ. ചേട്ടൻ എനിക്ക് കോഴിയാണെങ്കിലും ചേട്ടൻ വളരെ പ്രിയപ്പെട്ടവനാണ്, അത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്, അതുകൊണ്ട് ഇനി ആരും അലക്കി ഇത് നാറ്റിക്കാൻ നോക്കരുത് എന്ന് പറഞ്ഞ് ബിന്ദുമേനോൻ രാവിലെ മാധ്യമങ്ങൾക്ക് നൽകിയ ആ ബൈറ്റ് കേട്ട ശേഷം ഉടനെ മടങ്ങി വരാം. അപ്പൊ ഞാൻ ആ ഇമോഷണൽ ഔട്ട്ബേസ്റ്റിൽ ഞാൻ പറഞ്ഞു, നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു, സത്യം തന്നെയാണ്. ഞാൻ മിനിസ്റ്ററുടെ ആ ഒരു ഫോൺ കോൾ വെയിറ്റ് ചെയ്തിരുന്നു. ഒരു തെറ്റ് ചെയ്താൽ നമ്മളൊരു സോറി പറയണമല്ലോ, അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അതിന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ 112 വിളിച്ചപ്പോൾ വട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഉള്ള ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി എന്റെ ഹസ്ബൻഡ് മിനിസ്റ്റർ എന്റെ സിസ്റ്ററോട് സംസാരിച്ചു. ഞാൻ ഫോൺ എടുക്കാതിരുന്നത് കൊണ്ട് എന്റെ സിസ്റ്ററോട് സംസാരിച്ചു. വളരെ ഇമോഷണലായിട്ട് പറഞ്ഞു, ശരി തെറ്റ് പറ്റിപ്പോയി, പല തെറ്റുകളും പറ്റിയിട്ട് ഞങ്ങളുടെ വിവാഹത്തിൽ ഇത്രയും വർഷത്തിൽ. പക്ഷെ ഞാൻ ഒരിക്കലും വിട്ടുപോകണമെന്നോ ഞാനത് മീഡിയയിൽ വരികയാണെന്നോ ഞാൻ ലീഗൽ പോകണമെന്നോ ഇപ്പോഴും ഞാൻ ഇമോഷണൽ സംസാരിച്ചപ്പോ ഐ നെവർ സെഡ് ദാറ്റ് ഐ വോണ്ട് ടു ഗോ ലീഗൽ. ഞാൻ എന്റെ ഫോൺ ആക്രമിക്കാനായിട്ട് ശ്രമിച്ച ശാന്തനോടോ അല്ലെങ്കിൽ പോലീസിനോടോ മൈ ഇന്റൻഷൻ വാസ് നെവർ ടു ടാർണിഷ് ദി ഗവൺമെന്റ് ഓർ മൈ ഹസ്ബൻഡ്. അങ്ങനെ ഞാൻ അന്നും പറഞ്ഞു. അത് ഇന്ന് കാരണം ഇന്നലെ എന്റെ സിസ്റ്ററോട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ബിന്ദുവിനോട് ക്ഷമ പറയണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, അല്ല ഇത്രയും എന്നെ കൊണ്ട് ഇത് ചെറിയൊരു ഇഷ്യൂ അല്ല. ബിക്കോസ് ഐ ഹാവ് നെവർ കം ഇൻ പബ്ലിക് ആൻഡ് സ്പോക്കൺ. ബിക്കോസ് ഞാനൊരു മീഡിയ പേഴ്സൺ ആയിരുന്നു എന്നുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും അങ്ങനെ ഒന്നും സംസാരിക്കാനോ എന്റെ ഒരു ഇഷ്യൂ ഷെയർ ചെയ്യാനോ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞു, ബിന്ദു അങ്ങനെ ഒരു ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. കാരണം എന്റെ ആ ഒരു ഇമോഷണൽ ഔട്ട് ബേസ്റ്റിൽ ഞാനൊരു പേഴ്സണൽ ഇത് ചെയ്തതാണ്. എന്റെ അടുത്ത് പറഞ്ഞു, അത് നമുക്കിത് സോർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ ഒരു ഇന്റൻഷൻ അതേ ആയിരുന്നില്ല. ഞാൻ അന്ന് പറഞ്ഞു പോലീസ് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഇനി ഒരു പോലീസ് കംപ്ലൈന്റ് ഞാൻ എന്റെ വീട്ടിലല്ലേ, ഇനി ഞങ്ങൾ പറഞ്ഞു തീർത്ത് ഞങ്ങൾക്ക് ബിക്കോസ് ഞങ്ങൾ 13 years ആയി, പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. പക്ഷെ അതുകൊണ്ട് ഞാൻ വിട്ടെറിഞ്ഞു പോവാൻ മാത്രം ഉള്ള ഒരു സംഭവമല്ല. ജീവിതത്തിൽ എല്ലാവർക്കും തെറ്റുകൾ പറ്റും. പക്ഷെ ഒരു മിനിസ്റ്റർ ആയതുകൊണ്ട് അത് ലോകം മുഴുവൻ അറിഞ്ഞു. മന്ത്രി പബ്ലിക്കിനോട് ക്ഷമാപണം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഞാനാണ് കൂടെ ജീവിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ക്ഷമ ചോദിച്ചാൽ മതി. പക്ഷെ മന്ത്രി 5000 പ്രണയം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒരു റിവെഞ്ച് എടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് എനിക്ക് ഇറ്റ്സ് വെരി ഈസി ടു സേ ദാറ്റ് ഓക്കെ എനിക്ക് ഇനി ഒന്നും വേണ്ട, ഞാൻ കേസുമായിട്ട് പോവാണ് മുന്നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക്
എനിക്കൊരു ഞാൻ എല്ലാം വിട്ട് എന്റെ ഭർത്താവിന്റെ കൂടെ വന്നത് പലതവണയും എനിക്ക് വേണമെങ്കിൽ പോവായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാതിരുന്നതിന്റെ റീസൺ എനിക്ക് എന്റെ ഹസ്ബൻഡിനെ അത്ര ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഞാനൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നത്. പിന്നെ പലരും വിളിച്ചിരുന്നു, ഞാൻ ഒരാളുടെയും ഫോൺ എടുത്തിട്ടില്ല. പക്ഷെ എന്റെ ഹസ്ബൻഡ് എന്റെ സിസ്റ്ററെ വിളിച്ചു. ബാക്കി ഇനി ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യണം, ഇനി ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊന്നും ഇതിനെക്കുറിച്ച് എന്റെ ലൈഫിനെ കുറിച്ച് ഞാനൊന്ന് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യണം. യെസ്, ഐ ഹവ് ഗോൺ ത്രൂ എ വെരി ബാഡ് ടൈം. പക്ഷെ എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. കേട്ടല്ലോ, ബിന്ദു മേനോന്റെ ആ അഭ്യർത്ഥന പ്രകാരം ആരും ഇതൊന്നും വലിയ വിവാദമാക്കരുത്. കാരണം നമ്മളാണല്ലോ വിവാദമുണ്ടാക്കുന്നത്. കാരണം നമുക്ക് ഇരുന്ന ഇരിപ്പിലൊരു തോന്നലുണ്ടായി, നമ്മൾ ഈ കൊട്ടാരക്കര കോഴിയെക്കുറിച്ച് നമ്മൾ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുകയാണല്ലോ. ഇതെല്ലാം നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞിട്ട് മന്ത്രി കടന്ന് കട്ടിലേ കിടന്ന് പാമ്പിനെ പോലെ എഴയുന്ന പോലെ കണ്ടെന്നും അതിൻ്റെ ഫോട്ടോയും വീഡിയോയും എല്ലാം എൻ്റെ കയ്യിലുണ്ടെന്നും ഇവൻ 2014 മുതൽ കോഴിയാണെന്നും എല്ലാം ഇന്നലെ വിളിച്ചു പറഞ്ഞിട്ട് ഒരു കോള് വന്നപ്പോൾ എല്ലാം കോംപ്രമൈസ് ആക്കി എന്ന് പറയുന്നു. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു എന്നാണ് ബിന്ദുവിനോട് ചോദിക്കുവാനുള്ളത്. കാരണം ഇവൻ ഒരു സർട്ടിഫൈഡ് അലബലാദിയാണെന്നും ആ യാമിനി തങ്കച്ചിയെ പിള്ളാരെയും ചവിട്ടിക്കളഞ്ഞ് ഇതുപോലെ കോഴിത്തരം കാണിച്ച് അവർ കളഞ്ഞിട്ട് പോയപ്പോൾ ആ ഗ്യാപ്പിൽ വന്ന ആൾക്ക് ഇതെല്ലാം മനസ്സിലാക്കി തന്നെയല്ലേ വന്നത്. ഇവനൊരു ഗിരിരാജൻ കോഴിയാണെന്ന് മനസ്സിലാക്കി തന്നെയല്ലേ വന്നത്. അതുകൊണ്ട് അവർ അത് ക്ഷമിക്കാൻ തയ്യാറായി. കൊട്ടാരക്കരക്കാർക്കെല്ലാം അറിയാവുന്നൊരു കാര്യമുണ്ട്, ഈ കീഴൂട്ട് ഈ തറവാട്ടിലെ ഇവൻ്റെ അപ്പൻ ബാലകൃഷ്ണപിള്ള ഇടമലയാർ ആ തട്ടിപ്പ് കേസിൽ ജയിലിൽ കിടന്ന അയാളും ഇതുപോലെ ആദ്യമേ ആയ കാലത്ത് ഒരു ബലാത്സംഗ കേസിൽ പ്രതിയാകുകയും ഏതാണ്ട് അകത്ത് പോകുന്ന ഘട്ടത്തിൽ വന്നപ്പോഴാണ് പിടിച്ചപിടിയാലെ പെണ്ണ് കെട്ടിക്കുകയായിരുന്നു. ആ ചരിത്രമൊക്കെ നമുക്ക് അടുത്ത ദിവസം വിശദമായി പരിശോധിക്കാം. അപ്രകാരം ആ പാരമ്പര്യമുള്ള ഇവനിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കണം? എന്നിട്ടും ഈ അലവലാതിയെ ഈ 2013 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് രാജിവെപ്പിച്ച ഈ പെണ്ണുപിടിയനെ പത്തനാപുരംകാർ വീണ്ടും ജയിപ്പിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ലജിച്ച് തലതാഴ്ത്തുക. അതുപോലെ തന്നെ ഓർക്കണം, ഇവന് എത്ര വയസ്സുണ്ടെന്ന് ഓർക്കണം. ഒരു ചെറുപ്പക്കാര് ഒരു വിവാഹം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവനാണ് ആ കാർണവർ വധക്കേസിലെ ഷെറിനെ അവിടെ സംരക്ഷകനും അവൻ്റെ എല്ലാമും ഈ കീഴൂട്ടിലെ ഈ കോഴിയായിരുന്നു, ഈ കൊണേശനായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. നോർക്കുക, ആ കൊലക്കേസിലെ ആ പ്രതിയെ അവളെ എത്ര ചടുലമായിയാണ് അവളെ ജയിൽ മോചിതയാക്കിയത്. അവൾ ജയിലിൽ നിന്നും ജാമ്യത്തിനിറങ്ങുമ്പോൾ ഇവൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരും ഇവൻ്റെ സിംഗടികളുമാണ് ഇവളെ വണ്ടിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുപോലെ ഇവൻ്റെ സംരക്ഷകനായും സർവസ്വവുമായും ഈ കൊട്ടാരക്കര കൊണേശനാണ് ആ കാർണവർ വധക്കേസിലെ ആ കൊലപാതകിയായ ആ സ്ത്രീയുടെ സംരക്ഷകൻ എന്നറിയുക. അതുപോലെ സരിതാ വിഷയവുമായി ബന്ധപ്പെട്ട അതിലെയും വിവാദ നായകൻ. CBI റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് ആ കുട്ടിയുടെ അപ്പനാരാണ് എന്ന്. അതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങളോ ഇവിടുത്തെ കോൺഗ്രസ്സുകാരോ ഒന്നും ഇതുവരെ ചർച്ചയാക്കിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അന്ന് ഇവൻ്റെ കൂടെ ഇവൻ്റെ ഇടം കൈയായും വലം കൈയായും നിന്ന VD സതീശനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഇന്ന് അറച്ചറച്ച് നിൽക്കുകയാണ് ഇതുപോലെ അവസരം വന്നിട്ടും. കാരണം അമ്മമാർക്കൊന്നും ഒരു പരിധിക്കുള്ളിൽ ഉച്ചത്തിൽ പറയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ ഇവന് നാണമൊന്നുമില്ല. ഇവൻ പല കാര്യങ്ങളും വിളിച്ചു പറയും. അതുപോലെ തന്നെ നടി ശ്രീവിദ്യയുമായി ബന്ധപ്പെട്ട വിഷയം, നടി ശ്രീവിദ്യയുടെ ഭർത്താവുമായി വിവാഹമോചനമുണ്ടായി കോടാമ്പക്കത്തെ ആ വീട് ഏതാണ്ട് 8 കോടി രൂപയ്ക്ക് അന്ന് വിറ്റു. ആ 8 കോടി കയ്യിൽ പണമുണ്ടായിരുന്ന ശ്രീവിദ്യയെ വിദ്യാമയിങ്ങുവാ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഈ കാട്ടുകോഴി ആ ശ്രീവിദ്യയെ തിരുവനന്തപുരത്ത് എത്തിച്ചു. അവരുടെ സകല സ്വത്തും തട്ടിയെടുത്തു. ഇലിപ്പോട് ഒരു 10-15 ലക്ഷം രൂപയിൽ താഴെ വില വരുന്ന ഒരു വീട് മേടിച്ചു കൊടുത്ത് അവരെ താമസിപ്പിച്ചു. ഇവന്റെ കീപ്പായ ഒരു സീരിയൽ നടിയെ കൂടെ നിർത്തി
അവർക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ടും ചികിത്സിക്കാൻ SUT ആശുപത്രി പട്ടത്ത് കൊണ്ടുപോയി. കാരണം പുറലോകം അറിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ വിലയിടിയുമെന്നും പറഞ്ഞ് അവരെ അവിടെ ചികിത്സിപ്പിച്ചു. അങ്ങനെ അവർ വീട്ടിൽ കാര്യമായ ചികിത്സ കിട്ടാതെ അവരെ സെഡേഷനിലാക്കി, അവരെ മയക്കിക്കിടത്തി. ശാസ്തമംഗലത്തിൽ നിന്നും വിൽഫ്രഡ് എന്ന ഒരു വെണ്ടറെ വീട്ടിൽ കൊണ്ടുവന്ന് ഇഷ്ടദാനം എഴുതിപ്പിച്ചു, സകല സ്വത്തുക്കളും. അതിൻ്റെ എല്ലാം രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെ ആ ഇഷ്ടപ്രകാരമുള്ള സ്വത്തിൽ പറയുന്നത് എൻ്റെ സകല സ്വത്തിൻ്റെയും അവകാശി ഈ KB ഗണേഷ് കുമാറിനെ ആക്കുന്നു. അതെല്ലാം വിറ്റ് ഒരു കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കി അഭിനേതാക്കൾക്കും അവരുടെ അഭിവൃദ്ധിക്കും വേണ്ടി കൊടുക്കണമെന്നൊക്കെ ചില കണ്ടീഷൻ ഇവൻ തന്നെ ഉണ്ടാക്കി. അവരുടെ ആ സാൻഡ്രോ കാർ റെയിലേ പോയി ഇവൻ്റെ ഒരു കൂട്ടുകാരി അതിവിടെ കുടിച്ചുകൊണ്ട് നടപ്പുണ്ട്. അങ്ങനെ ആ ശ്രീവിദ്യയെ വഴിയാധാരമാക്കിയ നാണം കെട്ടവനാണ് ഇവൻ. അതുപോലെ തന്നെ ഇവൻ NSSന്റെ വലിയ ആളാണെന്ന് പറയുന്നു. NSS ആസ്ഥാനത്തെ വലിയ കക്ഷിയാണ്. അതേസമയം കൊട്ടാരക്കരയിലെ ടിനു എന്ന് പറയുന്ന ഒരു അപ്പോത്തൊലിയനുണ്ട്. ഒരു സ്തോത്രകാഴ്ച ദശാംശം പിടുങ്ങി അവൻ്റെ അടുക്കളയിലെ നിത്യ സന്ദർശകനാണ് ഇവൻ. അവൻ്റെ പൈശാചിക കേന്ദ്രത്തിൽ പോയി ഇവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെ എവിടെ ചെല്ലുന്നോ ഇവൻ അതായി മാറും. അപ്രകാരമുള്ള യാതൊരു നിലപാടുമില്ലാത്ത ഒന്നാം തരം ഒരു അഭിനേതാവ് ഇവൻ. വെള്ളിത്തിരയിൽ മാത്രമല്ല, അവൻ്റെ വീട്ടിലും നാട്ടിലും ജനങ്ങളുടെ ഇടയിലും എല്ലാം ഇവൻ നല്ലൊരു അഭിനേതാവാണ് എന്ന് തിരിച്ചറിയുക. എത്ര സമർത്ഥമായാണ് ഈ വിഷയം അവൻ ഇന്ന് ഒതുക്കിയിട്ട് മന്ത്രിസഭാ യോഗത്തിന് തിരുവനന്തപുരത്ത് വന്നതെന്ന് കാണുക. ഇനി വെള്ളാപ്പള്ളിക്ക് ഇവനെക്കുറിച്ചുള്ള ആ അഭിപ്രായം കേൾക്കുക. വെള്ളാപ്പള്ളി മറ്റൊരു കാര്യം കൂടെ ഓർക്കണം. സ്വന്തം മകനെക്കുറിച്ച് പറഞ്ഞത് മദാമയുമായി മറ്റ് പരിപാടികൾ നടത്തി അവൻ്റെ അവയവം വരെ തേഞ്ഞതാണ് എൻ്റെ മകൻ എന്ന് പറഞ്ഞ ആ അപ്പനാണ് ഇതെന്ന് നമ്മൾ ഓർക്കണം. എന്നാലും ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷ മന്ത്രിസഭയോട് കൃത്യമായി പറയുവാനുള്ള ഒരു ആർജവം ഈ വെള്ളാപ്പള്ളി കാണിക്കുന്നുണ്ട്. മന്ത്രിസഭയ്ക്ക് തന്നെ കളങ്കമാണ്. സ്ത്രീപക്ഷ മുന്നണി എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇതുപോലൊരു ആഭാസനെ ചുമക്കുന്ന ആ ഇടതുപക്ഷ മന്ത്രിസഭയെയും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു എന്നതിൽ വെള്ളാപ്പള്ളിയെ നമ്മൾ അഭിനന്ദിക്കണം. വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ കേട്ട ശേഷം ഉടൻ മടങ്ങി വരാം. ഞാൻ വളരെ നാളുകൾക്ക് മുമ്പ് തൊട്ട് തന്നെ ഗണേശനെ പറ്റി പറഞ്ഞുള്ളതാണ്. അത് ഞാൻ ഇനി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഗണേശന്റെ സ്വഭാവം എന്താണെന്നും ഗണേശൻ സ്വന്തം കുടുംബത്തോടും നാട്ടുകാരോടും വീട്ടുകാരോടും കാണിച്ചിട്ടുള്ളത് എന്താണെന്നും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഞാനത് പിന്നീട് ആവർത്തിക്കുന്നില്ല. ഒരു കാര്യമുണ്ട്, ഒരു മന്ത്രിയാകുമ്പോൾ പോലെങ്കിലും ഒരു നിലയും നിലവാരവും പുലർത്താൻ ബാധ്യസ്ഥനാണ്. മന്ത്രി അല്ലെങ്കിൽ പോലും ഇതുപോലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാരത സംസ്കാരത്തിന് ഉചിതമല്ല. പ്രത്യേകിച്ചും മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള ഒരുപാട് പല രാഷ്ട്രീയ നേതാക്കന്മാരും പെൺവിഷയത്തിൽ കാണിച്ച ആ സംഭവങ്ങൾ ലൈവായി ഇവിടെ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ ഗവൺമെന്റിന്റെ ഇമേജ് നഷ്ടപ്പെടാവുന്ന രീതിയിൽ കാണിച്ച സംഭവം നിങ്ങളെല്ലാം പറഞ്ഞു, എല്ലാവരും കാണിച്ചു. പല ഭാര്യമാരായി. ഇപ്പൊ അവസാനം വന്ന ഭാര്യയോട് പോലും ഒരു നീതി കാണിച്ചില്ല. പിന്നെ അദ്ദേഹത്തിന് പെണ്ണിനോടും പൊന്നിനോടും ഏറെ ഇഷ്ടമുള്ളതാണ്. കനകസിംഹാസനത്തിൽ നിൽക്കുന്ന ഇവൻ ഡംബനോ ചുരകനോ എന്നാരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. കുറെ കൂടെ മാന്യമായി പൊതുപ്രവർത്തനം നടത്തേണ്ടതിന് പകരം ഇത്തരം വഷളായ ഒരു മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഇത്തരം തറ പ്രവർത്തനം ചെയ്ത ഒരു മന്ത്രി കാണുകയില്ല. ആരുമല്ല, മന്ത്രി എന്നല്ല, ആർക്കും ഇത് ചെയ്യാൻ പാടില്ലാത്തതല്ലേ. ഒരു ഭാര്യ പരാതി പറഞ്ഞു പിൻവലിച്ചു എന്നുള്ള കൊണ്ട് കാര്യമല്ല. സമൂഹത്തില് ഒരു മന്ത്രി എന്ന നിലയിൽ, MLA എന്ന നിലയിൽ, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചില മാന്യതയും മര്യാദയുണ്ട്. അത് അദ്ദേഹം അശേഷം കാണിച്ചിട്ടില്ല. ഈ മന്ത്രിസഭയ്ക്ക് വരെ ഒരു പുഴുക്കുത്താണ്.
വളരെ ഭംഗിയായി ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഭരണം നടത്തിക്കൊണ്ടൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്ന സമയത്ത് ഇതുപോലുള്ള അപവാദങ്ങൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കേണ്ടതല്ലേ? മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു വകുപ്പിൽ ഒരാൾ പോലും ചൊവ്വേ നേരെ അവസാനം വരെ ഇരുന്നു. ദാർഢ്യവും മാടമ്പിത്തരമാണ് വാക്കിലും പ്രവൃത്തിയിലുള്ളത്. പിന്നെ ഇമേജ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് സ്വന്തം ക്യാമറയും ആളുകളെയും കൊണ്ടു നടന്നുകൊണ്ട് നമ്പർ 1 മന്ത്രി എന്ന് പത്രത്തിലടുപ്പിക്കാൻ സാധിപ്പിച്ചു എന്നുള്ളതിന്റെ പിന്നിലെ ചരിത്രം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇത് വളരെ കേരളത്തിലെ ഗവൺമെന്റിന് പറ്റിയ ഏറ്റവും അപജയമായിപ്പോയി. ഇതിന് ജനങ്ങൾക്ക് തൃപ്തികരമായ ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുക്കണം. പ്രിയമുള്ള പ്രേക്ഷകരെ, യഥാർത്ഥത്തിൽ സംഭവിച്ചത് കീഴൂട്ട് വലിയ തറവാട്ടിലെ വലിയ കോഴിത്തമ്പുരാന്റെ പ്രതിദിന ഓയിൽ ചേഞ്ച് പരിപാടിയാണ് ശനിയാഴ്ച ഉച്ചയോടുകൂടി അരങ്ങേറിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് ഇതിലാരും അവിഹിതം കണ്ടെത്തരുത്. ഇത് കീഴൂട്ട് ഉണ്ണിയുടെ ഒരു പ്രതിദിന കലാപരിപാടികളാണ്. ഇത് ഭാര്യയ്ക്ക് ഇത് അറിയാതെ പോയി എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ പ്രതിദിന ഓയിൽ ചേഞ്ച് പരിപാടി ഒരു വിവാദമാക്കരുതേ. ഞങ്ങളെല്ലാം കോംപ്ലിമെന്റ് ആക്കി ഈ കേട്ടതെല്ലാം നിങ്ങൾ മായ്ച്ചു കളയുക എന്നാണ് ബിന്ദു ചേച്ചി പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും അതേപടി ചെയ്യുക. ഇത് വെറുതെ വിവാദമാക്കരുത്. ഇത് വലിയ കോഴി തമ്പുരാന്റെ പാരമ്പര്യമായി അവർ പരമ്പരാഗതമായി ചെയ്തു വരുന്ന ഒരു പരിപാടിയാണ്. കീഴിലിട്ട് ഊട്ടുക എന്ന് പറയുന്നത് ഈ തറവാട്ടിലെ ഒരു ആചാരമാണ്. അന്നേരം ഈ രണ്ടാം ഭാര്യയ്ക്ക് ഈ കീഴിലിട്ട് ഊട്ടുക എന്ന് പറയുന്ന ഈ ആചാരത്തെക്കുറിച്ച് കാര്യമായ അറിവോ വിവരമോ ഇല്ലാതെ പോയി. അന്നേരം അത് പെട്ടെന്ന് കണ്ടപ്പോൾ അതൊരു പരിഭ്രമിച്ചു പോയി. അതുകൊണ്ടാണ് ആ വെപ്രാളത്തിലാണ് അവർ ശ്രീലേഖ IPS വിളിക്കുകയും ഇതിനെ ഒരു അറിയാതെ നല്ല ബുദ്ധിയാൽ ചെയ്തതാണ്. ഇപ്രകാരം ഒരു ഊട്ട് അവർ കണ്ടിട്ടില്ല. കീഴുട്ടുണ്ണിയുടെ കാരണം അഭിനേതാവാണല്ലോ അദ്ദേഹം. പല പല പരകായ പ്രവേശനങ്ങളിൽ ഓരോ അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു പോകുന്ന വലിയൊരു കലാകാരനാണ് അദ്ദേഹം. അന്നേരം അദ്ദേഹം വീട്ടിലെ ഉണ്ണിയല്ല പുറത്തിറങ്ങുമ്പോൾ. അതുകൊണ്ട് അദ്ദേഹം ഓരോരോ അവസ്ഥയ്ക്കനുസരിച്ച് അദ്ദേഹം രൂപാന്തരം പ്രാപിച്ച് ഓരോരോ വ്യത്യസ്ത കഥാപാത്രങ്ങളായി അദ്ദേഹം പരകായ പ്രവേശനം നൽകുമ്പോൾ അടുത്തു നിൽക്കുന്നവർ പോലും അമ്പരന്നു പോകും. ഓർക്കുക, എത്ര നാണം കെട്ട ഒരു സംവിധാനമാണ് ഇവിടെ എന്ന് ഓർക്കുക. സ്ത്രീ സുരക്ഷാ പ്രതിജ്ഞാബദ്ധരായ ഒരു അശരീരി കേട്ടാൽ പോലും ആക്ഷൻ എടുക്കുന്ന ആ പിണറായി സർക്കാർ ഇതുപോലെ ഒരു ആഭാസത്തരം കേട്ടിട്ട് അയാൾക്ക് അന്ത്യശാസനം കൊടുക്കുന്നു. എടാ പുല്ലേ, നീ എങ്ങനെയാണെങ്കിലും അവിടെ കാല് പിടിച്ചോ, അവിടെ പാവാട കഴുകി കൊടുത്തോ, പോയി അവിടെ ചെരുപ്പിന് 2 അടി മേടിച്ചിട്ടാണേലും ശരി, നീ എങ്ങനെങ്കിലും ഈ പ്രശ്നം കോംപ്ലിമെന്റ് ആക്കി വന്നിട്ട് ഈ മന്ത്രിസഭയിലോട്ട് കയറിയാൽ മതി. അല്ലാതെ കീഴുട്ടുണ്ണിയെ വലിയ കോഴി തമ്പുരാനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മസിൽ പിടിക്കാൻ നമുക്ക് സമയമില്ല. കാരണം 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അത് കഴിയുമ്പോൾ നമ്മളെല്ലാം വീണ്ടും പഴയപടി മറ്റേ പരിപാടിക്കൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് ഈ അവസാന നിമിഷം കൊണ്ട് കല ഉടക്കല്ലേടാ മോനെ, നീ എങ്ങനെങ്കിലും പോയി അവളുമായിട്ട് പറഞ്ഞ് കോംപ്രമൈസ് ആക്കുക എന്ന് പറഞ്ഞ് രാവിലെ വലിയ വായിൽ സംസാരിച്ച ആ വലിയ കോഴിത്തമ്പുരാൻ, ആ കൊട്ടാരക്കര കൊണേശൻ ഭാര്യയുടെ കാല് പിടിച്ചു, കരഞ്ഞു, ആത്മഹത്യാഭീഷണി മുഴക്കി, സഹോദരിയെ വിളിച്ച് അയ്യം വിളിച്ച് കരഞ്ഞു. ഒടുക്കം ഈ പ്രശ്നം രമ്യമായിട്ട് പരിഹരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വിഗ്ഗൊക്കെ എടുത്ത് വെച്ച് പടയപ്പ എന്ന് പറഞ്ഞ് രാവിലെ വന്ന് നിന്ന് വലിയ ഗീർമാണമടിക്കുകയാണ്. ഈ കൊട്ടാരക്കര കോഴിയെ ചുമന്നുകൊണ്ട് പോകുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവമാണ്. ഈ കീഴുട്ടുണ്ണിയെ കീഴിലിട്ട് ഊട്ടിക്കൊണ്ടിരുന്നത് സ്വന്തം ഭാര്യ കണ്ട് അവർ നിലവിളിച്ച് ആ പരിപാടികളുടെ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് തൻ്റെ ആ ദൃശ്യങ്ങൾ പിടിച്ചു പറിക്കുവാൻ ശ്രമിച്ച അതിൽ പേടിച്ചവർ മുൻ DGP ശ്രീലേഖ IPS വിളിക്കുകയും
അവരുടെ നിർദ്ദേശപ്രകാരം 112 പോലീസിനെ അറിയിക്കുകയും ആ 112-ൽ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ആ പോലീസ് വരികയും ഒക്കെ ചെയ്ത ആ സംഭവം ഇവിടെ നടന്നിട്ടും ഇതുപോലെ വലിയ വിവാദമുണ്ടായിട്ടും ഇന്നിതാ തിരുവനന്തപുരത്ത് KSRTCയുടെ നേതൃത്വത്തിൽ ഒരു ആശുപത്രി ആരംഭിക്കുകയാണ്. നല്ലതാണ്. ഇവനെ ഉള്ളവനൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും രോഗം വന്നാൽ ചികിത്സിക്കാൻ KSRTC ഒരു ആശുപത്രി മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ മറ്റേ കീഴൂട്ടുണ്ണിക്ക് ആവശ്യത്തിനുള്ള ഗുളിക, സ്പ്രേ, ലേഹ്യം, അശ്വഗന്ധ അരിഷ്ടം, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഓരോ സ്ഥാപനങ്ങളും ഓരോ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിലും ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് തിരുവനന്തപുരത്ത് ഇന്ന് ഈ കൊട്ടാരക്കര കൊണേശനെ, ഈ ഗിരിരാജൻ കോഴിയെ, ഈ നാണം കെട്ടവനെ ചെണ്ടയടിച്ച് ആനയിച്ച് കൊണ്ടുപോകുന്നത് നിങ്ങൾ കാണുക. ഓർക്കുക, മറ്റുള്ളവരാരും കയറാതിരിക്കാൻ പോലീസ് ബാരിക്കേഡ് തീർത്ത് ഇവന്റെ സഹായികളായ അന്തംകമ്മികളെ, മുദ്രാവാക്യം വിളിക്കേണ്ടവന്മാരെ മാത്രം ചേർത്ത് നിർത്തി വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ക്ലോസ് ഷോട്ട് വലിയൊരു ജനക്കൂട്ടം ഇവൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുമാർ മാധ്യമങ്ങൾക്ക് പണം കൊടുത്ത് അവർ ചിത്രീകരിച്ച ആ ദൃശ്യങ്ങൾ നിങ്ങൾ ഒന്ന് കണ്ടിട്ട് ഉടനെ മടങ്ങി വരാം. अंजू क्या बात है? കഴിഞ്ഞിട്ട് പറഞ്ഞു തിരക്കുണ്ടായി.
പ്രതിദിന ഷണ്ടിങ് സർവീസിനിടെ രണ്ടാം ഭാര്യയാൽ കയ്യോടെ പിടിക്കപ്പെട്ട തങ്ങളുടെ പൊന്നോമന കാച്ചപ്പൻ നേതാവിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തലസ്ഥാന നഗരിയിൽ അന്തംഗമ്മികളും ഗണേശന്റെ പ്രധാനപ്പെട്ട ഗുണ്ടകളും സംരക്ഷണം ഒരുക്കി ഇന്ന് തലസ്ഥാനത്ത് നടത്തിയ ആ വലിയ കോഴി തമ്പുരാന് നടത്തിയ സ്വീകരണ പരിപാടിയാണ് നിങ്ങൾ കണ്ടത്. കാച്ചപ്പ കാച്ചപ്പ, ഞങ്ങളുടെ ഓമന നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, അന്തംഗമ്മികൾ പിന്നാലെ എന്ന് പറഞ്ഞ് ജാഥയൊക്കെ നടത്തി. ഇത് ജാഥയൊക്കെ കണ്ട് ഇടതുപക്ഷത്തെ വലിയ നേതാക്കന്മാരെല്ലാം മിടുക്കൻ, കോഴിയാണെങ്കിലും ഇങ്ങനെ വേണം, അവന് കോഴിത്തരം നടത്താൻ മാത്രമല്ല പിടിച്ചു നിൽക്കാനും അറിയാം എന്ന കൺക്ലൂഷനിൽ അന്തംഗമ്മികൾ ചേർന്ന് യോഗം പാസാക്കി പിരിച്ചുവിട്ടു. നമ്മൾ രക്ഷപ്പെട്ടു. ഭാര്യയുടെ ചെരുപ്പിന് അടികൊണ്ടാലെന്താ, അടിപ്പാവാട കഴുകിക്കൊടുക്കാമെന്നുള്ള എഗ്രിമെന്റിലെത്തിയാൽ എന്താ, മിടുക്കൻ പ്രശ്നം പരിഹരിച്ചു. മന്ത്രിസഭ അവസാന വിക്കറ്റ് അവസാന നിമിഷം പോകാതെ നമ്മുടെ കാച്ചപ്പൻ നമ്മളെ കാത്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു എന്നാണ് വിവരം. ഇനി ഇതെല്ലാം കണ്ട് നിൽക്കുന്ന കിഴങ്ങേശ്വരന്മാരായ പ്രതിപക്ഷത്തെ നമ്മുടെ കിങ്ങിണിക്കുട്ടൻ, ആ പഴയ സർട്ടിഫൈഡ് ആഭാസന്മാർ ഈ പ്രതിദിന ഷണ്ടിങ് സർവീസ് വിവാദമായത് കണ്ട് മുരളീധരന്റെ ചരിത്ര പ്രസംഗം നമുക്കിനി ഒന്ന് കാണാം. മുരളീധരന്റെ ആ ചരിത്ര പ്രസംഗം കണ്ട ശേഷം ഉടനെ കൂടുതൽ ചൂടുള്ള വാർത്തകളുമായി വരാമെന്ന്. മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ച് അറിയിച്ചിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഇത് രണ്ടും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ഇന്നലെ മന്ത്രി ശ്രീമതി ബിന്ദുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടത്, മുഖ്യമന്ത്രിയുടെ മകളെയല്ല മുഖ്യമന്ത്രിയെ വിളിച്ച് പരാതി പറയണമായിരുന്നു. അപ്പൊ അതിന്റെ സാങ്കേതികത്വമാണ് അവർ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ സ്വന്തം പ്രയാസങ്ങൾ പറയുക സ്വാഭാവികമായിട്ടും മറ്റു സ്ത്രീയോടായിരിക്കും. അതിനങ്ങനെ കാണുന്നതിന് പകരം എന്തുകൊണ്ട് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടില്ല എന്നൊരു വാചകം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതും ദൗർഭാഗ്യരാണ്. അപ്പൊ ഇത്രയും രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായി സ്ഥിതിക്ക് ഇനി ഈ മന്ത്രിയെ ഒരു നിമിഷം പോലും ക്യാബിനറ്റിൽ വെച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം 5000-ഓളം പ്രണയങ്ങൾ അദ്ദേഹം നടത്തിയത്. അത് എങ്ങനെയാണല്ലോ അവൻ 5000-ഓളം പ്രണയം അദ്ദേഹം പ്രണയിച്ചിട്ടുണ്ട്. 5000 പേരെ. അതിൽ 2 പേരെയാണ് ഒഫീഷ്യലായിട്ട് കല്യാണം കഴിച്ചത്. ആദ്യത്തെ വിവാഹം കഴിച്ച സ്ത്രീയാണ് UDF സർക്കാരിൻ്റെ കാലത്ത് ഇദ്ദേഹത്തിനെ കുറിച്ച് കുറേ ആക്ഷേപങ്ങൾ പറയും. അങ്ങനെ ഉമ്മൻചാണ്ടി ശ്രീ ഗണേഷ് കുമാറിനെ ക്യാബിനറ്റിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് ആയ ശ്രീ ബാലകൃഷ്ണ പിള്ളയും എത്രയും പെട്ടെന്ന് ഗണേഷ് കുമാറിനെ ക്യാബിനറ്റിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഉമ്മൻചാണ്ടിയോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം രണ്ടാമതും വിവാഹം കഴിച്ചു. ആ രണ്ടാം ഭാര്യയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. വിവാഹം കഴിക്കും തോറും ഭാര്യമാരെ ഉപദ്രവിക്കും തോറും വീണ്ടും കല്യാണം കഴിക്കുകയും ചെയ്യുന്ന ഇതുപോലുള്ള ആളുകൾ നമ്മുടെ പൊതുരംഗത്തിന് ഭൂഷണമാണോ എന്ന് പൊതുസമൂഹവും ചിന്തിക്കേണ്ടതാണ്. ഒരാളൊരു മുന്നണിയിൽ നിന്ന് വിട്ടുവരുമ്പോൾ ഉടനെ 2 കൈ നീട്ടി സ്വീകരിച്ച് ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ബാക്കിയുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിൽക്കാറൊക്കെയില്ല, അല്ല ഭാഗം മാറാറൊക്കെയില്ല. പക്ഷേ ഒരു ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദ പോലും പാലിക്കാത്തവരെ സംരക്ഷിക്കുന്ന സംവിധാനം വേണോ എന്ന് എല്ലാവരും ആലോചിക്കേണ്ട കാര്യം. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞൊരു ആരോപണം കാണാൻ പാടില്ലാത്തൊരു അരുതാത്ത് കണ്ടു എന്നാണ് അവർ പറഞ്ഞത്. അതായത് കഥ തുറന്നു നോക്കിയപ്പോൾ കാണാൻ പാടില്ലാത്ത കണ്ടു, പാലാഴി മദനം നടത്തുന്നത് കണ്ടു. അത്രയും വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് അവർ പരാതി പറഞ്ഞത്. അപ്പോൾ ഇനി മുഖ്യമന്ത്രി ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്നും പ്രസംഗിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി.
അതിനു വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഈ PR വർക്കിൻ്റെ ഭാഗമായിട്ട് ചെലവഴിക്കുന്നത്. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും ജീവിക്കാൻ രക്ഷയില്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ എന്ത് സുരക്ഷിതത്വമാണ് കേരളത്തിൽ സ്ത്രീകൾക്കുള്ളത്? മന്ത്രിമന്ദിരത്തിൽ പോലും അവരുടെ ഭാര്യമാർക്ക് സുരക്ഷിതത്വം ലഭിക്കുന്നില്ല. അതാണ് ഈ സംഭവത്തോടെ തെളിഞ്ഞത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ നിലപാട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. മന്ത്രിയടക്കം ഉന്നയിക്കുന്ന വാദം ഇത് തികച്ചും വ്യക്തിപരമാണ്. 2 മാസമായിട്ട് ഭാര്യയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഭാര്യയാണ് തന്റെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു. ഞാൻ പറയുന്നത് ഇത് വ്യക്തിപരമാണോ? ഒരു ഭാര്യ പരസ്യമായിട്ട് പ്രതികരിക്കുക, തന്നെ ഉപദ്രവിച്ചു. മാത്രമല്ല ഈ രംഗങ്ങൾ അവർ റെക്കോർഡ് ചെയ്തപ്പോൾ മൊബൈൽ ഫോൺ പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ട് പിടിച്ചു പറിക്കാൻ നോക്കി. ഇതൊക്കെയാണോ വ്യക്തിപരമായിട്ടുള്ള ജീവൻ എന്ന് പറയുന്നത്? ഒരു മന്ത്രിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് രക്ഷയില്ല എന്ന് ഭാര്യ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രശ്നമാണോ? മാത്രമല്ല ഇത് 2ാം തവണയാണിത്. ഞാൻ പറഞ്ഞല്ലോ 5000 പ്രണയം തനിക്കുണ്ട് എന്ന് പറഞ്ഞ മന്ത്രി 2 ഔദ്യോഗിക കല്യാണമാണ് കഴിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഭാര്യ ഇതേ രീതിയിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഡൈവോഴ്സ് ചെയ്തത്. ഇത് 2ാമത്തെ സംഭവമാണ്. അതാ ഞാൻ പറഞ്ഞത്, പിന്നെയും വിവാഹം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. എത്ര കല്യാണം കഴിക്കണം എന്നൊക്കെ അദ്ദേഹം തീരുമാനിച്ചോട്ടെ. പക്ഷേ ആ കല്യാണം കഴിച്ച ഭാര്യമാർ സ്വന്തം ഭർത്താവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വിലയില്ലേ സമൂഹത്തിൽ? പൊതുരംഗത്ത് അതിനെക്കുറിച്ച് ഒരു വിലയില്ലേ? അതിനെ വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമല്ലേ? അപ്പോൾ ഇത് വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല, സത്യപ്രതിജ്ഞ മന്ത്രി കാണിക്കുന്ന തോന്നിവാസങ്ങളാണ്. അതിനെ അംഗീകരിക്കുന്നുണ്ടോ മുഖ്യമന്ത്രി? അതിനെ ഘടകകക്ഷികൾ അംഗീകരിക്കുന്നുണ്ടോ? ഇങ്ങനൊരു വ്യക്തിയാണോ വീണ്ടും സ്ഥാനാർത്ഥിയെ നിർത്താൻ പോകുന്നത്? അതിൽ മുഖ്യമന്ത്രി മറുപടി പറയട്ടെ. ഞങ്ങൾ അതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. സംശയം എന്താ? മന്ത്രി ഗണേഷ് കുമാർ ഭാര്യയെ വിളിച്ച് മാപ്പ് പറഞ്ഞത് ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു വാർത്തയുണ്ട്. ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട് മന്ത്രി വിളിച്ചു ക്ഷമാപണം നടത്തിയിരുന്നു. അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് പോവുകയാണെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോ മന്ത്രിക്കെതിരെ വ്യക്തമായിട്ട് പരാതി അവർ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. കംപ്ലൈന്റ് ഇല്ല. മന്ത്രി അല്ല, നേരിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളല്ലേ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത്? അല്ല, നിങ്ങൾ ഊഹാപോഹം വെച്ച് റിപ്പോർട്ട് ചെയ്തല്ലോ. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് തീരുമോ ഈ പ്രശ്നം? ഒരു പൊതുസമൂഹത്തിന് ചേരാത്ത പ്രവൃത്തിയല്ല അദ്ദേഹം ചെയ്തത്. അല്ല, അത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വരാൻ ഞങ്ങൾ കാത്തിരിക്കാം. ആ MLA ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലേ? അത് അദ്ദേഹത്തിന് തീരുമാനിക്കേണ്ട കാര്യം. ഞങ്ങൾക്ക് പുറത്താക്കാനേ പറ്റൂ. ഞങ്ങൾ പുറത്താക്കിയില്ലേ? ഒരു കേസിൽ അദ്ദേഹത്തിനെ ശിക്ഷിച്ചിട്ടില്ലല്ലോ, പക്ഷെ ഞങ്ങൾ പുറത്താക്കിയില്ലേ? പാർട്ടിയുടെ MLA അല്ല, അങ്ങനെ MLA ഞങ്ങൾക്കില്ല. ആ MLA ഞങ്ങൾ പുറത്താക്കി. അതിലൊക്കെ ഞങ്ങൾ മാന്യത കാണിച്ചിട്ടുണ്ട്. കാണിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് മാന്യതയില്ല എന്നാണ്. സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. ഇതിനെ മറ്റു കാര്യങ്ങൾ വെച്ച് ഇതിനെ മൂടാൻ നോക്കണ്ട. ഇത് നടപടിയെടുത്തേ തീരും. ഇങ്ങനെയുള്ള മന്ത്രിമാർ നമുക്ക് ആവശ്യമില്ല. ആര് ചെയ്താലും. ഞാൻ പറയാം, UDF-ലെ സീറ്റ് ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. തിരുവനന്തപുരം സീറ്റിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ ഘടകകക്ഷികൾക്ക് കൊടുക്കുന്ന എല്ലാ സീറ്റുകളും കയറി മത്സരിക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ CPM സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ 986 മുതൽ കോൺഗ്രസിനോടൊപ്പം പ്രവർത്തിച്ച ആളാണ് CPM. പല നിർണായക ഘട്ടങ്ങളിലും അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി, മുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. മുന്നണിക്ക് വേണ്ടി കേരളം മുഴുവൻ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. മുന്നണി എല്ലാ തീരുമാനങ്ങളോടൊപ്പം അടിയുറച്ച് നിന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയെ ഒരു UDF-ന്
ഒരു സുരക്ഷിത മണ്ഡലത്തിൽ മത്സരിപ്പിക്കണം എന്നൊരാഗ്രഹം UDF-നുണ്ട്. പക്ഷേ അത് എവിടെ മത്സരിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഈ നിമിഷം വരെ തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ അങ്ങനെ ഘടകകക്ഷികൾ മത്സരിക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ ഘടകകക്ഷികളും പരിപൂർണമായി സഹായിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങും. ചില പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെ പരിഹരിക്കും. ചുവരെഴുത്ത് നടത്തിയാൽ സ്ഥാനാർത്ഥിയാവില്ല. എല്ലാ സീറ്റും ഒരു കാരണവശാലും സമ്മർദ്ദ രാഷ്ട്രീയത്തിന് പാർട്ടി കീഴ്പ്പെടില്ല. അഭിപ്രായങ്ങൾ അവർക്ക് പാർട്ടി വേദികളിൽ പറയാം. ഇനി ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന് ചുമരെഴുതാം, പക്ഷെ ചിഹ്നം വരയ്ക്കുന്നത് തീരുമാനമായതിനു ശേഷമേ പറ്റും. അല്ല, അത് അവര് പറഞ്ഞാൽ പോരാ, അതിനിവിടെ ഒരു സംവിധാനമുണ്ട്. ഇനി കോൺഗ്രസിനാണെങ്കിൽ തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. അതൊന്നും പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ ഒരു യോഗം ചേർന്ന് കോൺഗ്രസിന് വേണം എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഘടകകക്ഷിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഘടകകക്ഷിക്ക് കൊടുക്കാൻ പാടില്ല, എല്ലാം ഞങ്ങൾ തന്നെ മത്സരിക്കണം ആർക്കും പറയാൻ കഴിയില്ല. ഒരിടത്തും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല. എന്താ, നിയമത്തിന് പ്രത്യേകമൊന്നുമില്ലല്ലോ. നിയമം 140 നിയോജക മണ്ഡലങ്ങളുടെ കൂടെയുള്ളൊരു ഭാഗം തന്നെയാണ് നിയമം. അല്ലാതെ നിയമത്ത് മാത്രം നെന്മീൻ വേണമെന്നും ബാക്കി സ്ഥലത്ത് ചൂരമീനാണെന്നും ഉള്ള സിദ്ധാന്തമൊന്നും പാർട്ടിക്കില്ല. എല്ലാവർക്കും ഒരേ സ്റ്റാറ്റസ് തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികളും. കെ മുരളീധരന് കൊട്ടാരക്കര കോണേശനോട് ഇത്രയും കലിപ്പ് വരാൻ പഴയ പല കാര്യങ്ങളുമുണ്ട്. അത് ഗണേശന്റെ ആ പ്രസംഗം കണ്ടിട്ടുള്ളവർക്കറിയാം. ഗണേശൻ തന്നെ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. ആയ കാലത്ത് പണ്ട് കരുണാകരൻ്റെ വീടിൻ്റെ അടുക്കള വശത്ത് ഒരു ക്യൂ ഉണ്ടായിരുന്നു. കോൺഗ്രസിലെ പഴയ ഖദർധാരികളുടെ ഖദറൊക്കെ വടിപോലെയാക്കി ഇവന്മാർ അടുക്കള വശത്ത് പഴം തിന്നാൻ പോകുമായിരുന്നു. അങ്ങനെ ആ അടുക്കള വഴിയായിരുന്നു കരുണാകരൻ്റെ വീട്ടിലേക്കുള്ള പ്രവേശനം എന്ന് ഈ കൊട്ടാരക്കര കോഴി പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഓർക്കുക, ഈ കാലത്ത് ഈ 70-ാം വയസ്സിലും ഈ വിഗ്ഗും വെച്ച് ഈ കൊട്ടാരക്കര കോണേശൻ ഇതാണ് പരിപാടിയെങ്കിൽ ആ കാലത്ത് ഇവൻ ആരായിരുന്നു മുതൽ നിങ്ങളൊന്ന് ആലോചിക്കുക. അന്നേരം അക്കാലത്ത് കരുണാകരൻ്റെ വീട്ടിൽ അടുക്കള വശത്ത് പോയി നിൽക്കുന്ന ആ കൊട്ടാരക്കര കോഴിയോടുള്ള ആ കലിപ്പ്, അന്ന് എട്ടും പൊട്ടും തിരിയാതെ കിങ്ങിണിക്കുട്ടനായി നടന്ന ആ മുരളീധരന് ആ കലിപ്പ് ഇപ്പോഴുമുണ്ട്. ആ കലിപ്പാണ് ഈ കിട്ടിയ അവസരത്തിൽ കിട്ടിയത്. അതുപോലെ ഈ പറയുന്ന മുതലും ചെറിയ മുതലൊന്നുമല്ല. ഇയാളെക്കുറിച്ച് കോൺഗ്രസ്സുകാരനായ നമ്മുടെ ശുണ്ണിത്താൻ പറഞ്ഞ ആ വീഡിയോ ആരും മറന്നുപോകാനിടയില്ല. ഇയാൾ KPCC പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ KPCC അധ്യക്ഷന്റെ ആ മുറിയോട് ചേർന്ന ഒരു കൊച്ചു മുറി ഉണ്ടായിരുന്നെന്നും ആ മുറിയിൽ ഈ കെ മുരളീധരൻ കാണിച്ചുകൊണ്ടിരുന്ന പരിപാടികളും സഹായിയായ ഡെനീസിന്റെ ആ കൊസറക്കൊള്ള പരിപാടിയുമൊക്കെ ആ ഉണ്ണിത്താൻ നമ്മളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ മുരളീധരൻ ആണായി ജനിച്ച കേരളത്തിന്റെ ഭാഗ്യം. പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശ്യയായി മാറുമായിരുന്നു ഇയാൾ. അപ്പൊ ആണായി ജനിച്ചത് നമ്മുടെ ഭാഗ്യമാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ. ഇല്ലെങ്കിൽ ഇയാൾ ഈ പാർട്ടിയെ നാട്ടി തന്നെ പെണ്ണായിരുന്നെങ്കിൽ. എനിക്കറിയാം മുരളീധരൻ ആരാന്ന്. മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇവിടെ സ്ത്രീകളുടെ പ്രവാഹമായിരുന്നു. മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും തിരുവനന്തപുരത്ത് ഈ KPCC ഓഫീസിനകത്ത് ഒരു കൊച്ചു മുറിയുണ്ട്. ആ മുറിയുടെ വാതിൽ അടയ്ക്കണമെങ്കിൽ അല്ലാക്ക കസം അബൂക്ക കുസും അടയ്ക്കൂ ഡെനീസേ എന്ന് പറഞ്ഞാൽ അത് അടയ്ക്കും. അല്ലാക്ക കസം അബൂക്ക കുസും തുറക്കൂ ഡെനീസേ എന്ന് പറഞ്ഞാൽ അത് തുറക്കും. എത്രയോ KPCC പ്രസിഡന്റുമാർ ഇവിടെ ഇരുന്നു. ഈ കെട്ടിടം വിലയ്ക്ക് വാങ്ങിച്ചത് CV പത്മരാജൻ. അന്നൊരു നേതാവും ഈ കൊച്ചുമുറിയിൽ രഹസ്യ സംഭാഷണം നടത്തിയത് ഞങ്ങൾക്കറിയില്ല. അന്നൊന്നും മണിക്കൂറുകൾ ബന്ധിച്ചിട്ടില്ല. അന്നൊന്നും ഈ കൊച്ചുമുറിക്കകത്ത് ഒരു കുമ്പസാര കൂടെന്നാ പറയുന്നേ. അതിനകത്ത്
ഒരു രഹസ്യ സംഭാഷണവും നടത്താൻ ആണായാലും പെണ്ണായാലും പത്മരാജൻ അടക്കം തെന്നലെ അടക്കം ശ്രീ വയലാർ അടക്കമുള്ള ഒരു KPCC പ്രസിഡന്റുമാരും തയ്യാറായിട്ടില്ല. ഇയാൾക്ക് മാത്രം എന്താ ഈ രഹസ്യം? പാർട്ടി പ്രവർത്തകരോട് പ്രവർത്തകന്മാരോട് രഹസ്യം പറയുമ്പോൾ എന്തിനാ കുറ്റിയിടുന്നത്? ഞങ്ങൾക്കറിയണം. ഒരിക്കൽ ഒരു പാർട്ടി പ്രവർത്തകയുമായി ഡിസ്കഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അന്നത്തെ KPCC പ്രസിഡന്റ് മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്യൂൺ ഡെന്നിസിനോട് ചൂടായി. പൈപ്പിൽ വെള്ളമില്ല, എന്താ വെള്ളമില്ലാത്തെന്ന് പറഞ്ഞ് ചൂടായപ്പോ ഡെന്നീസിനോട് ഞാൻ പറഞ്ഞു ഇത്തരം ഡിസ്കഷൻ കഴിയുമ്പോ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ബക്കറ്റിലെങ്കിലും വെള്ളം വെക്കണം. അതുപോലെ ഒരു പുതിയ അറിയിപ്പുണ്ട്. KSRTC വാളകത്ത് കീഴുട്ട തറവാടിന്റെ മുന്നിൽ ഒരു ബോർഡ് വെച്ചു എന്നാണ് അറിയുന്നത്. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ കളിവീട്, ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഷണ്ടിംഗ് സർവീസ് ആപ്പീസ് അനുവാദമില്ലാതെ പ്രവേശനമില്ല എന്ന ബോർഡ് വെച്ചിട്ടുണ്ടെന്നാണ് വിവരം. പ്രിയമുള്ളവരെ, നിങ്ങളിപ്പോൾ കണ്ടത് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ആ KM മുരളീധരനെ കുറിച്ചുള്ള ആ മഹത്തായ അഭിപ്രായങ്ങളാണ്. ഈ മുതലുകളൊക്കെയാണ് ഇപ്പോൾ നിന്ന് ചരിത്ര പ്രസംഗം നടത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ഈ പ്രസംഗം നടത്തിയ ഈ മുതൽ ആരാണെന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. രാജ്മോഹൻ ഉണ്ണിത്താനെ സേവാദൾ പ്രവർത്തകയുടെ വീട്ടിൽ വെടിവെടിപാടിന് കയറിയപ്പോൾ നാട്ടുകാർ കയ്യോടെ ജനിച്ചപടി പിറന്നപടി ഒരു വസ്ത്രം പോലുമില്ലാതെ പിടിക്കുകയും സേവാദൾ പ്രവർത്തകയുടെ നൈറ്റി ഇട്ടാണ് ഇയാളെ അന്ന് പുറത്തു കൊണ്ടുവന്നത്. അവസാനം ഏതോ ഒരു പ്രവർത്തകന്റെ ഒരു ഉടുമുണ്ടും ഉടുപ്പിച്ച് ഇയാളെ ചവിട്ടിക്കൂട്ടി നാട്ടുകാർ അന്ന് ഇദ്ദേഹത്തിന്റെ കെടുങ്ങാമണി ഞെരടി പൊട്ടിച്ചു എന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. അന്ന് ഇയാളെ ഇടികൊടുത്ത ആളുകൾ ചവിട്ടിക്കൂട്ടി പോലീസ് വണ്ടിയിൽ കൊണ്ടുപോയി കയറ്റി മഞ്ചേരി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നത് കണ്ട ശേഷം ഉടനെ മടങ്ങി വരാം. സാറ് നമ്പർ തരും സാറോ? കൈയെടുക്കാനേ കിട്ടൂല കേട്ടോ. അന്ന് പെണ്ണ് പിടിക്കാൻ പോയി പാതിരാത്രിയിൽ പിടികൂടപ്പെട്ട് ഇടികൊണ്ട് നാണം മറയ്ക്കുവാൻ ഒരു ചെറിയ ടവലിനു വേണ്ടി യാചിച്ച ഈ മോൻ ഇന്നലെ ഇരുന്ന് കൊട്ടാരക്കര കൊണേശന്റെ ആ വിവാദത്തിൽ പ്രതികരിച്ച് കണ്ട ശേഷം ഉടനെ നമുക്ക് കൂടുതൽ ചൂടുള്ള വാർത്തകളുമായി തിരികെ വരാം. ഒരു മന്ത്രിയുടെ ഭാര്യ മന്ത്രിയുടെ വീട്ടിൽ കുടുംബ വീട്ടിൽ ചെല്ലുമ്പോൾ കാണാൻ പാടില്ലാത്ത കാണുന്നു. അത് അവർ ക്യാമറയിൽ പകർത്തുന്നു. പകർത്തിയ ആ ക്യാമറ അടങ്ങുന്ന ഫോൺ പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നു. അവർ പോലീസിനെ വിളിക്കുന്നു. പോലീസ് എത്തുന്നു. നിഷ്ക്രിയമായി പോലീസ് മടങ്ങുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ വടക്കേ ഇന്ത്യയിലാണോ ജീവിക്കുന്നതെന്നുള്ളതാണ്. വടക്കേ ഇന്ത്യയിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ കേരളത്തെ പോലെ സ്ത്രീ സുരക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിലെ ഒരു അംഗത്തിനെതിരെയാണ്
അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നതാണ്. ആരോപണം നിസ്സാരമല്ല. ഇതേ ആരോപണം ആദ്യത്തെ ഭാര്യ യാമിനി തങ്കച്ചിയും പറഞ്ഞിട്ടുണ്ട്. അവർ വിവാഹബന്ധം വേർപെടുത്തി. കാര്യം ഇത്തരം സംഭവങ്ങൾ കണ്ടുകൊണ്ടൊരു ഭാര്യയ്ക്ക് ഒരിക്കലും ഭർത്താവിനോടൊപ്പം കഴിയാൻ പറ്റാത്തതുകൊണ്ട് അവർ കുഞ്ഞുങ്ങളെയും ബന്ധം വേർപെടുത്തി. അതിന് ശേഷമാണ് ഈ ബന്ധത്തിലേർപ്പെട്ടത്. നമ്മളിപ്പോൾ പറയാം, ഈ സമീപകാലത്ത് ഉമ്മൻചാണ്ടിയുടെ സോളാർ കേസ് എടുത്താലും ആ സോളാർ കേസിലൊക്കെ ഒരു ദാക്ഷിണ്യവും ദയാദാക്ഷിണ്യവും ഉമ്മൻചാണ്ടിയോട് ആരും കാണിച്ചിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാനഡയിൽ നിന്ന് ഒരു ഓൺലൈനായിട്ട് പരാതി വന്നപ്പോൾ ആ പരാതി അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോയി വളഞ്ഞിട്ട് പിടിച്ച് കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കി, കോടതി റിമാൻഡ് ചെയ്ത് 10-25 ദിവസം ജയിലിൽ കിടന്നു. അപ്പോൾ ഒരു സ്ത്രീകളോട് ക്രൂരമായി പെരുമാറുന്ന ആളുകളോട് രണ്ടു തരം സമീപനം ഒരിക്കലും ഒരു ഗവൺമെൻറ് പാടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനോട് കാണിച്ച അതേ സമീപനം തന്നെ ആയിരിക്കണം ഗണേഷ് കുമാറിനോട് കാണിക്കേണ്ടത്. സംഭവം ഇവർ പറഞ്ഞത് പബ്ലിക് ഡൊമൈനിൽ വന്നു കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടല്ലോ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനി അവരിതിൽ നിന്ന് പിന്മാറിയാലും ഇത് സമൂഹത്തിൻ്റെ പബ്ലിക് ഡൊമൈനിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഡൽഹിയിൽ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചല്ലോ. നമ്മുടെ നിമിഷ കേസിന് ശേഷം വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു സ്ത്രീയെ ആക്രമിച്ചാൽ ആക്രമിക്കുന്നവരെ കർശനമായ നിയമപരമായ നടപടിയെടുക്കണം. ഇതിപ്പോൾ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും 3 കൊണ്ടുമാണ് ഇവരെ ആക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഈ പുള്ളിയുടെ പേരിൽ കേസ് എടുക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിനകത്ത് കേരളം ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിലപാടിനെയാണ്. മുഖ്യമന്ത്രി ഇതിനകത്ത് എന്ത് നിലപാടെടുക്കുന്നു? ഈ അടുത്ത കാലം നമുക്കറിയാമല്ലോ, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഗുരുവായൂരെ പഴയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു MLA യും അതുപോലെ തന്നെ സംവിധായകനുമായ കുഞ്ഞു മുഹമ്മദ്, ആ ഒരു പുതിയ സംവിധായക കാണാൻ മുറിയിൽ ചെല്ലുമ്പോൾ അവരോട് അവമര്യാദയെ പെരുമാറി. എന്നിട്ട് അവർ തന്നെ പറയുന്നു, എത്രയോ പ്രാവശ്യം ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ട് ഒരു FIR പോലും ഇടാൻ തയ്യാറായില്ല. അപ്പോൾ സ്ത്രീകളോടുള്ള അതിക്രമം തൻ്റെ കൂടെ നിൽക്കുന്നവരാണ് നടത്തുന്നതെങ്കിൽ അവരോട് ഒരു മൃദു സമീപനവും, തൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികളോ എതിരാളികളോ ആണ് ഇത്തരം വിഷയങ്ങൾ പെടുന്നെങ്കിൽ അവരെ പണിഞ്ഞകത്തിടുന്ന ഒരു സമീപനവും ഒരിക്കലും ഒരു ഗവൺമെൻറ് ഭൂഷണമല്ല. ശ്രീ പിണറായി വിജയൻ്റെ എന്തെങ്കിലും സൽപ്പേരുണ്ടെങ്കിൽ ആ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന ഒരു നടപടിയായി ഇത് ഉയർന്നു വരും. അതിനു മുമ്പ് അദ്ദേഹം ഈ വിഷയത്തിൽ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അന്വേഷണം നടത്തി കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നിയമപരമായ നടപടിയെടുക്കണം. അത് എടുക്കുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്ന ആളുകളെ സംരക്ഷിച്ചൊരു പാരമ്പര്യമാണ് പുള്ളിക്കുള്ളത്. നമുക്കറിയാമല്ലോ, കോടതിയിൽ നിന്ന് തൊണ്ടി മുതൽ മോട്ടിച്ച് മാറ്റിയ ശ്രീ ആൻ്റണി രാജു അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് അംഗമായിരുന്നു. അതുപോലെ തന്നെ ശശീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ അംഗമായിരുന്നു. പിന്നെ ഉണ്ടല്ലോ ഒരു മന്ത്രി, അല്ലേ? അപ്പം മന്ത്രിമാരുടെ ഒരു പട തന്നെ ഈ ക്യാബിനറ്റിലുണ്ട് ഇത്തരം വിഷയങ്ങളിൽ. പിന്നെ അതൊക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ 10 ഇരട്ടി ഗുരുതരമായൊരു പ്രശ്നമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു മേനോൻ അവർ ഉയർത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിപ്പോൾ BJPയുടെ അസംബ്ലിയിൽ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയും മുൻ DGPയുമായ ശ്രീലേഖ ഇത് അറിഞ്ഞിരിക്കുന്നു, അല്ലേ? അപ്പോൾ ഇത് ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞ് നാറുന്നു എന്ന് പറഞ്ഞ പോലെ ഇത് ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദുർഗന്ധം ക്യാബിനറ്റിലേക്ക് വ്യാപിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി മാതൃകാപരമായൊരു നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്ന് വിട്ടാൽ ആദ്യം പിടിക്കുന്ന മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി നടന്നു പോകുമ്പോൾ മനു അടക്കം 2 പേരുടെ തോളെ കൈയിട്ടുകൊണ്ട് പോകുന്നു. ഗാന്ധിജിയാണ് ഇവരോടൊക്കെ ഉപമിക്കുന്നത്. പിന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, മനസ്സിലായില്ലയോ? പിന്നെ അത് കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡൻറ്റ് ജോൺ എഫ് കെന്നഡി, ബിൽ ക്ലിൻ്റൺ, അവരോടൊക്കെയാണ് ഉപമ വരുന്നത്, മനസ്സിലായില്ലയോ? അപ്പോൾ ഒരു ന്യായീകരണത്തിന് വേണ്ടി ആരെയൊക്കെയാണ് ഈ വിഷയത്തിലേക്ക് വലിച്ചഴിക്കുന്നത്. അല്ലാതെ ഒരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റ് തുറന്നു പറയാനും ഏറ്റുപറയാനും തയ്യാറായി ആ തെറ്റ് തിരുത്തി പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്താൽ ഈ തെറ്റുകളിൽ നിന്നൊരു മോചനം ഉണ്ടല്ലോ. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഈ വലിയ വലിയ മഹാരഥന്മാരുടെ പട്ടികയിലേക്ക് ഞാനും ഉണ്ട്. അവർ മാത്രമല്ല, അവരുടെ പട്ടികയിൽ ഞാനും ഉണ്ട്. ഇനിയിപ്പോൾ പുള്ളി വേണേൽ പറയുമല്ലോ, അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപ്, അതുപോലെ തന്നെ ബിൽ ക്ലിൻ്റൺ, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ വ്യാവസായിക പ്രമുഖൻ, ഇവരെല്ലാം
ജിഫ്രി എഫ്സ്റ്റീൻ ഫയലിലുണ്ടല്ലോ. ഈ കരീബിയൻ ദ്വീപസമൂഹത്തിൽപ്പെടുന്ന ഈ പറയപ്പെടുന്ന ലിറ്റിൽ സെൻറ്റ് ജെയിംസ് എന്ന് പറയുന്ന ദ്വീപസമൂഹത്തിൽ നടന്ന അതിലെത്രയോ വലിയ പ്രമാണിമാരുണ്ട് അല്ലേ? അവർക്കതാകാമെങ്കിൽ പിന്നെ എനിക്കെന്താ ആയിക്കൂടെ എന്നുള്ളതാണ് പുള്ളി ചോദിക്കുന്നത്. ഇപ്പോൾ മന്ത്രിസ്ഥാനം ഒഴിയണോ വേണ്ട എന്നുള്ള മുഖ്യമന്ത്രിയല്ലേ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ധാർമ്മിക മൂല്യങ്ങൾക്കൊന്നും വലിയ വിലയുള്ള കാലമല്ലല്ലോ. ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ. അതുകൊണ്ട് പുള്ളി രാജിവെക്കണോ വേണ്ടേ എന്നുള്ളതല്ല, പുള്ളി ഇത് അംഗീകരിക്കുന്നില്ലല്ലോ. സ്വന്തം ഭാര്യ സ്വന്തം ഭർത്താവിനെതിരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ അപ്പോൾ ഇദ്ദേഹം കല്യാണം കഴിക്കുന്ന എല്ലാ മാനസിക രോഗികളാണോ? യാമിനി തങ്കച്ചി മാനസിക രോഗിയാണ്, ഇത് മാനസിക രോഗിയാണ്. അപ്പോൾ പുള്ളി കല്യാണം കഴിക്കുന്ന ഈ മാനസിക രോഗികളെ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ടാണോ? അല്ല, എൻ്റെ ഒരു സംശയമാണ്. കാര്യം എല്ലാ ഭാര്യമാർക്കും മാനസിക രോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ആളുകൾ വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഗണേഷ് കുമാർ തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്ന സ്ഥിതിക്ക് മുഖ്യമന്ത്രി ഗണേഷ് കുമാറിനെതിരെ അന്വേഷണം നടത്തി അഗ്നിശുദ്ധി വരുത്തിയിട്ട് വേണം അദ്ദേഹത്തെ ക്യാബിനറ്റിൽ തുടരാൻ അനുവദിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.